ദശ വളരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓ മറ്റേ മാരിയമ്മ അടിക്കും. ആ പോയി കളിച്ച് കളിച്ച് ഫ്രെയിം ഔട്ട് ആവല്ലേ. പൊടി എല്ലാരും കൂടെ ചേർന്ന് എല്ലാരും കാരണം പുള്ളിക്കാര് പ്രോത്സാഹനത്തിന്റെ എല്ലാരും കൂടെ ചേർന്ന്. ഞാനിവിടെ ആരെയും കുത്തിമലത്തിയിട്ടിട്ടില്ല ഇങ്ങനെ എടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ. ഇപ്പോഴാ എനിക്ക് ആളെ പിടികിട്ടിയേ. ഷൂട്ടിങ്ങും പരിപാടിയും ഒന്നും ഇല്ലായിരുന്നു ഇന്ന്. സാർ ആരാന്ന് വിചാരിച്ച സംസാരിക്കുന്നത്? അസീർ സംക്രാന്തി. എന്റെ സാറേ, ഇതാണ് വടിവാള ജോസ്. പോയോ? ഇല്ല, ഇവിടെ ഉണ്ടോ? ഇതാണോ വടിവാളി? നമസ്കാരം സാറേ. സാധാരണ എന്നെ ഈ സ്റ്റേഷനിലോട്ട് ആരും വരുത്താറില്ല. അപ്പം വീട്ടിൽ ചെന്ന് മാമക്ക് കൊടുത്ത ടെലിയെ വെച്ചോണ്ട് അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല സാറേ, ജോസ് ഈ സ്റ്റേഷനിലേക്ക് അങ്ങനെ വരാറില്ല. അഥവാ വന്നു കഴിഞ്ഞ് എസ്ഐയുടെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചോര കണ്ടിട്ടേ പോകാറുള്ളൂ. ആണോ? ഒരുപാട് നേരം അങ്ങനെ കസേര ഇരിക്കുമ്പോ അങ്ങനെ പ്രശ്നമുണ്ടോ? പിന്നെ ചോര ഈ പാർശ്വഫലങ്ങൾ ഇല്ലാതെ ഈ ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ എന്റെ അടുത്ത് അല്ലെ മുക്കൂറ്റിയും താറാമുട്ടയും സമ വരച്ച് അതല്ല, അത്രക്ക് പറഞ്ഞ പോലെ ചെയ്യുന്നവനാ. ആണോ? എന്നാ വലിയ തുണ്ട് എനിക്ക് തരാവോ? അല്ല വീട്ടിൽ കൊണ്ടുപോകാൻ എന്തായാലും വേണമല്ലോ എന്ന് ഓർത്താ. എന്താ ഒന്നും സംസാരിക്കത്തില്ലേ? ഡയലോഗ് ഒന്നും കയ്യിലില്ല. ഉള്ള ആക്ഷൻ കോമഡി ഇട്ട് അലക്കുവാല്ലേ? എപ്പോഴും നടക്കത്തില്ല. ഈ പാട് കണ്ടോ? ഹരിപ്പാട്. ഇതാണോ ഹരിപ്പാട്? ഈ മുതുകുളത്ത് കുറെ ടീമുണ്ട് നമ്മളെ ഒന്നും നോക്കിയാൽ അറിയാം. ഇത് ഹരിപ്പാട് നൃത്തം വെട്ടിയതാ. ആണോ? ശരി. ഈ പാട് കണ്ടോ? പായിപ്പാട്. പായിപ്പാട് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീടുണ്ട്. ഈ പാലുണ്ണിയുടെ എവിടാന്നൊന്ന് നോക്കിക്കേ. ഇത് പായിപ്പാട് നൃത്തം വെട്ടിയതാ. ആണോ? ഈ പാട് കണ്ടോ? പാലക്കാട്. ഇത് പാലക്കാട് വെട്ടിയല്ല. ഇത് വണ്ണം കൂട്ടിട്ട് വണ്ണം കുറഞ്ഞപ്പോ തൊട വലിഞ്ഞിട്ട് സ്ട്രെച്ച് മാർക്ക്. എന്റെ ഈ അടിവയറ്റിലുണ്ടല്ലോ ഇത്. എന്റെ ഈ കട്ടത്തിന്റെ ഇവിടെ അവിടെ എല്ലാം ഉള്ള അങ്ങനെയുള്ള അകത്ത് കിടക്കുന്ന എന്റെ ചെറുക്കനാണ്. അതിന് അവൻ എന്റെ ഇടം കൈയാണ്. ഇടം കൈ ആയിരുന്നോ അത് പിടിച്ചിട്ട ഞാൻ? എന്തോ ഒരു ദ്രോഹമാണ് ഞാൻ കാണിച്ചെന്ന് ആലോചിക്കാം. ഞാന് ഇടം കയ്യെ പിടിച്ച് അകത്തിട്ടേക്കുക. പുള്ളി 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇടം കൈ അകത്ത് കിടക്കുക. എങ്ങനെയാ ഇതെന്റെ അപ്പം? മിനിക്ക് പറ്റുമോ? എന്തോന്ന് മിനിക്ക് ഇങ്ങനെ പറ്റുമോ? എന്തോ സാറേ 2 സെക്കൻഡ് കൊണ്ട് മുടി പറ്റി. നോക്ക് മിലിറ്ററി കട്ട് അടിച്ചു വെച്ചേക്കണം. മിലിറ്ററി കട്ട് വാളൂരിപ്പോ മുടി പോയതാ. വാളൂരിയ മുടി. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ? ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇരിക്കാം സാറേ. വേണമെങ്കിൽ ഇരിക്കാം. ഞാൻ അങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല സത്യത്തിൽ. ഇരിക്കേ. മിനിറ്റുകൾ വെച്ച് ചായ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് ഇരുന്ന്. ചൂട് ചായ ഞാൻ കുടിക്കാനോ? ഒരു ഗസ്റ്റ് വരുമ്പോ ചായ കൊണ്ട് കൊടുക്കുമ്പോ ചൂട് ചായ ആണോ അത് കൊടുക്കേണ്ടത്? എന്നെ എടുത്ത് കുടിച്ചു നോക്കിയാട്ടാ. അവിടെ വെക്ക്. ഇവിടെ ഇത് നോക്കി സംസാരിക്കേ. സാറ് ഏത് ഭാഷയാ സംസാരിക്കുന്ന? ഉൾനാക്ക് വരെ പൊള്ളിരിക്കുക. വാളെടുത്ത് എറിഞ്ഞു. ഇത് മറ്റേ കൗണ്ടർ അടിക്കാനുള്ള പരിപാടിയാ. ഏത് കൗണ്ടർ? വാളെടുത്തവൻ വാളായി. ഇത് നേരത്തെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അവിടുന്ന് കമന്റും കിട്ടി. യൂട്യൂബിൽ റീൽസ് വൈറലായി കിടന്നു. ഓടുന്നു. വേറെ പുതിയത് വല്ല കൊണ്ട് കഴിയുക അങ്ങോട്ട്. എന്റെ ചെറുക്കനെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? എന്റെ ചെറുക്കനാണെന്ന് ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്നെ ഉദ്ദേശിച്ചു എന്റെ ചെറുക്കനെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? മിക്കവാറും എന്റെ മൂക്കി കയറിപ്പോകാനുള്ള പരിപാടി തന്നെ. ജോസേ വിട്. യൂണിഫോമിന്ന് പിടിവിട്. സാറ് മിണ്ടായിരിക്കും സാറേ. നീ കൈയെടുക്കാൻ സാറേ. അതല്ല, യൂണിഫോമിൽ കൈവച്ചാൽ എനിക്ക് പൊള്ളും സാറേ. കൈയറാം. തീക്കനലൊന്നും അല്ലല്ലോ കൈവച്ച പൊള്ളാൻ. അവന്റെ വാലിരിക്കണം. അത് കുഴപ്പമില്ല സാർ.
ഇനി ചെയ്യണം ഇനി ചെയ്യണം യൂണിഫോം കൈവിക്കോളൂ അവിടെ കടിക്കരുത്. അയ്യോ 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 എന്തുവാ ഇത് ഈ സ്റ്റാർ ഒന്ന് ഊരിത്തരാവോ? അവിടെ കൊടുക്കാം, അതാ നല്ലത്. എന്തോ ഇടിയേടി. എനിക്ക് വരെ നിന്നെ പേടിയാന്ന്, നിന്നെയാണ് ഇടിച്ചിട്ട് പോയത്. നാണോ നിന്റെ വടിവാളിരിക്കും വന്നടാ. ഒരെണ്ണം ഞാൻ കളഞ്ഞ ഒരു വടിവാളിരിപ്പുണ്ടാ. വരട്ടാൻ ഞാൻ തടാ. ആ വടിവാൾ ഊരാൻ പറ്റത്തില്ല. എന്തുവാ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊട്ടേഷൻ പോയപ്പോ എന്നെ ചാവിട്ടി മേതിച്ചെന്റെ നട്ടല്ലു ഓടിച്ചു കളഞ്ഞു. എന്നിട്ട് അവന്മാരെന്റെ നട്ടല് ഊരിയെടുത്ത് ഈ വാള് വെച്ച് ഞാൻ ആ നട്ടല് കെട്ടി വെച്ചേക്കുക. അത് ഊരിയാ ഞാൻ വാഴപ്പിണ്ടി വീഴുന്ന പോലെ ഓടിച്ച് താഴെ വീണു. അത് ശരി. വടിവാളുമായിട്ട് നടക്കുന്ന ഒരുപാട് ഗുണ്ടകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നടന്റെ സ്ഥാനത്ത് വടിവാളുമായിട്ട് നടക്കുന്ന ഒരു ഗുണ്ടയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നിനക്കിരിക്കട്ടെ പൂക്കോയുടെ ഈ കുതിരപ്പവൻ. അതിന് ഞാൻ വേറെ ക്ലൈമാറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് പോടേർക്കാം.